ട്രിനിറ്റി വോയിസ് സൺഡേ സ്പെഷ്യലാണ്. ഇന്ന് നമുക്ക് കഥാവാരമുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ സ്വപ്നക്കൊട്ടാരം എന്ന കഥ, അതിൻ്റെ സ്വപ്നക്കൊട്ടാരത്തിൻ്റെ ആദ്യം മുതൽ, ഇപ്പം 3-ാം പാർട്ടാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ആദ്യം മുതൽ വായിക്കേണ്ടവർക്ക് നമ്മുടെ വീഡിയോയുടെ വലതുവശത്തായി കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നു നീ വന്നിടും എൻ്റെ മണാവള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മഹേശാര മഹാരാജനെ മഹേശ മഹാരാജനെ. ഇതിൻ്റെ 2 സെക്ഷനാണ് നമുക്കുള്ളത് ഇതിന് സൺഡേ സ്പെഷ്യലിന്. ഒന്ന് രൂത്തിൻ്റെ പുസ്തകം. നമുക്ക് ആദ്യമായിട്ട് രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതായത് രൂത്ത് ചാപ്റ്റർ 1 വേർഡ്സ് 7, 8 and 9. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടു യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. Wherefore she went forth out of the place where she was, and her 2 daughters-in-law with her, and they went on the way to return unto the land of Judah. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താത്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ദയ ചെയ്യുമാറാകട്ടെ. And Naomi said unto her 2 daughters-in-law, Go return each to her mother's house. The Lord deal kindly with you as ye have dealt with the dead and with me. നിങ്ങൾ താത്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. The Lord grant you that ye may find rest, each of you in the house of her husband. Then she kissed them, and they lift up their voice and wept. ഇനി നമുക്ക് 2ാമത്തെ സെക്ഷനിലേക്ക് പോകാം. അതായത് സ്വപ്നക്കൊട്ടാരത്തിൻ്റെ 3-ാം പാർട്ട്. നമ്മൾ 2 പാർട്ട് ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു. ഇനി 3-ാം പാർട്ടിലേക്ക് പോകാം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ഭാവം കൂടി കേൾക്കാൻ പറ്റും. ഇന്നത്തെ കഥയിലേക്ക്. തനിക്ക് ഇനിയും ശേഷിക്കുന്നത് കുറേ കലാസൃഷ്ടികളും താൻ സ്നേഹിക്കുന്ന തൻ്റെ പിതാവ് ഡൈഡാലസും, തന്നെ അത്രയും വളർത്തി വലിയ ആളാക്കിയ പിതാവ് വൃദ്ധരായിരിക്കുന്നു. ഈ സമയത്താണ് ദരിദ്ര കുടുംബാതിഥി എന്നോണം കലാസാംസ്കാരിക വിദ്യാലയത്തിൽ അധ്യാപന ജോലി തന്നെ തേടിയെത്തിയത്. ഭവനത്തിൽ നിന്ന് വിദ്യാലയം വളരെയധികം ദൂരമായതിനാൽ തൽക്കാലത്തേക്ക് സാറ്റോയ്ക്ക് തൻ്റെ പിതാവിനെ പിരിഞ്ഞ് നിൽക്കേണ്ടതായി വന്നു. ആ വേർപാടിൽ മനം നൊന്ത സാറ്റോ പറഞ്ഞു, ഡാഡി, ഞാൻ പോയാൽ ഡാഡി ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഡാഡി സാറ്റോയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മമ്മി പോയ സ്വർഗീയ കൊട്ടാരത്തിലേക്ക് ചേക്കേറും. അന്ന് നിന്റെ നല്ല ഭാവി കണ്ട് ഞങ്ങൾ 2 പേരും സന്തോഷിക്കും. നിന്റെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അനേകം ജീവിതയാമങ്ങൾ നിനക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ മോൻ ഒന്നും ഓർക്കാതെ ജീവിതയാത്ര തുടരൂ. ഡാഡിയെ കാണണമെന്ന് തോന്നുമ്പോൾ മോൻ വരിക, സാമ്പത്തിക സഹായം അയച്ചു തരിക, എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു എന്ന് പറഞ്ഞു ആനന്ദ കണ്ണീരോടെ മകനെ യാത്രയയക്കുന്നു. ഇതിനിടെയാണ് അന്താരാഷ്ട്ര ചിത്രമേളയിലേക്ക് ചിത്രങ്ങൾ ക്ഷണിക്കപ്പെട്ടത്. സാറ്റോയും തൻ്റെ കന്നി ചിത്രമായ സ്വപ്നക്കൊട്ടാരം എന്ന കലാസൃഷ്ടി അയച്ചു. വളരെയധികം പ്രശസ്തി പിടിച്ചുപറ്റിയ ആ ചിത്രത്തിന് ധാരാളം അനുമോദനങ്ങൾ ലഭിച്ചു. തനിക്ക് കിട്ടുന്ന അധ്യാപന ജോലിയുടെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് തൻ്റെ ഡാഡിയെയും സംരക്ഷിച്ചു. മണി ഓർഡറിൽ സന്ദേശം
കുറിക്കേണ്ട സ്ഥലത്ത് സാറ്റോ ഇപ്രകാരം ഡാഡിക്ക് എഴുതി: ഡാഡി, ഞാൻ എൻ്റെ കലാസൃഷ്ടിയിൽ തീർത്ത സ്വപ്ന കൊട്ടാരം ഞാൻ ഒരിക്കൽ പണിയും. പണി തീർത്ത് ഡാഡിയുടെ ശവസംസ്കാരം ഞാൻ രാജോചിതമായി അവിടെ വെച്ച് നടത്തുമെന്ന്. ഇത് തൻ്റെ പിതാവ് കണ്ടപ്പോൾ പിതാവിന് വളരെ സന്തോഷം തോന്നി. തനിക്ക് ആ വീട്ടിൽ താമസിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ശവസംസ്കാരമെങ്കിലും ആ ഭവനത്തിൽ വെച്ച് മകൻ നടത്തും എന്ന് ആശ്വസിച്ചു. തൻ്റെ മരണശേഷമെങ്കിലും തൻ്റെ മകന് അവൻ തീർക്കുന്ന സ്വപ്നക്കൊട്ടാരത്തിൽ സുഖമായി വസിക്കാമല്ലോ എന്നോർത്തു. സാറ്റോ നല്ല കലാകാരനായിരുന്നതിനാൽ താൻ സേവനമനുഷ്ഠിക്കുന്ന വിദ്യാലയത്തിൽ ഹെഡ് മാസ്റ്ററായി തീർന്നു. ഒരിക്കൽ സാറ്റോയെ സന്ദർശിക്കാനായി കോടീശ്വരനായ ഒരു മിഷണറി എത്തി. അദ്ദേഹത്തിൻ്റെ പേർ ആൻഡ്രിയ മാർവൽ. അദ്ദേഹം വിദ്യാലയത്തിന് സമീപമുള്ള ആർട്ട് ഗ്യാലറിയിൽ കയറി തനിക്കിഷ്ടപ്പെട്ട സ്വപ്നക്കൊട്ടാരം എന്ന സാറ്റോ ആദ്യമായി വരച്ച ചിത്രം തൻ്റെ വിറയാർന്ന കൈകളിലെടുത്തു. അദ്ദേഹം ചോദിച്ചു: ഈ ചിത്രത്തിന് എന്തു വില വരും? എത്ര വേണമെങ്കിലും ചോദിക്കൂ, ഞാൻ തരാം. ദ്രവ്യാഗ്രഹിയല്ലാത്ത സാറ്റോ ഇപ്രകാരം മറുപടി പറഞ്ഞു: എൻ്റെ കലാസൃഷ്ടി ഞാൻ പ്രതിഫലം വാങ്ങി വിൽക്കുന്നില്ല. കാരണം എനിക്ക് ദൈവം തന്ന കഴിവാണ്. എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള അങ്കിളിന് ചിത്രം ആവശ്യമെങ്കിൽ ഞാൻ തരാം. എന്തെങ്കിലും പാരിതോഷികം തന്നാൽ ഞാൻ സ്വീകരിക്കാം. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ അവസാനിച്ചില്ല, ഇനിയും തുടരും. അപ്പോൾ ഇന്നത്തെ പാട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. God bless you abundantly.